പ്രോട്ടീനെ ഓൺ ആക്കി മാറ്റും. പെപ്സി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെപ്റ്റോൺ ആവുന്ന ആലോചിക്കാം. എന്തിനാണ്? പ്രോട്ടീനെയാണ് പെപ്റ്റോൺ ആക്കുക. ഒരു മാർക്ക് കിട്ടണേ. ആമാശയ ഭിത്തിയിലെ ഓക്സിൻറ്റിക് കോശങ്ങളാണ് ആമാശയ രസത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്. നിങ്ങളൊരു പ്രോട്ടീൻ എടുത്തിട്ട് വേറെ എന്തുകൊണ്ട് ട്രിപ്പ് ഒക്കെ പോയി തോനെ പോയി നമ്മൾ ടയേർഡ് ആവും. അപ്പം പ്രോട്ടീനും കൊണ്ട് ട്രിപ്പ് പോയാൽ ടയേർഡ് ആവും. ടയേർഡ്. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വരാൻ പോകുന്ന 2025 10th ലെവൽ പരീക്ഷകൾ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്നാലും സെക്രട്ടേറിയറ്റ് OA പരീക്ഷ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം, ഈ പരീക്ഷകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ SCRT GK-യിൽ വരുന്ന 50 മാർക്ക് ഏരിയ SCRT പാഠഭാഗങ്ങൾ വളരെ ഷോർട്ടായിട്ട് മാജിക് ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടെലഗ്രാമിലൂടെ ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷം നൽകിയിരുന്നു. ആ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഒരിക്കൽ കൂടി യൂട്യൂബിലൂടെ നിങ്ങൾക്ക് നൽകുകയാണ്. ആദ്യത്തെ ക്ലാസ് ആണ് ഈ വീഡിയോ. കൂട്ടുകാരെ കൃത്യമായിട്ട് കണ്ട് പഠിക്കേണ്ടതുണ്ട്. പുതിയ SCRTയും പഴയ SCRTയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ഇത് നമ്മൾ ബയോളജിയിലെ ദഹനം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട SCRTയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വസ്തുക്കളാണ് നോക്കുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുതേ. കൂട്ടുകാരെ എല്ലാവർക്കും അറിയുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. പല്ല് എന്ന് പറയുന്ന ടോപ്പിക് PSC പരീക്ഷകൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് ആ പോയിന്റ്? ആകെയുള്ള ഒരു പോയിന്റ്, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ പാൽപ്പല്ലുകൾ അല്ലെ, മിൽക്ക് ടീത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ അടിയിൽ കുഞ്ഞു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആകെ 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്. മുകളിലും താഴെയുമായി 10 വീതം 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത് എന്നൊരു വസ്തുതയുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. നോക്കൂ, പല്ലുകളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു SCRT കട്ടിങ് ഇതാണ്. നമ്മൾ ഇത് പഠിച്ചിരിക്കണം. മകളെ, ഉളിപ്പല്ല് എല്ലാവർക്കും അറിയാം. ഞാൻ പെട്ടെന്ന് അതുകൊണ്ട് പറഞ്ഞു തീർക്കും കേട്ടോ. ഉളിപ്പല്ല്, പരീക്ഷാ ഹാളിൽ പോയിട്ട് ഇനി വായിലൊന്നും കൈയിട്ട് ഇങ്ങനെ പല്ല് ഇടാൻ നിൽക്കണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മുമ്പിൽ കാണുന്ന ആ ഉളിപ്പല്ല്, മുൻവശത്ത് മുകളിലും താഴെയുമായി 4 വീതം പല്ലുകൾ ഉണ്ടാവുക. ഓക്കെ, 4 വീതം പല്ലുകളാണ് ഉണ്ടാവുക. ഉളിപ്പല്ല് എന്ന് വെച്ചാൽ 8 പല്ലുകൾ കേട്ടോ. അപ്പൊ 8 പല്ലാണ് എന്തുണ്ടാകുക? ഉളിപ്പല്ല്. ആഹാര വസ്തുക്കൾ ഇങ്ങനെ കടിച്ചു മുറിക്കാൻ, ഇതൊക്കെ നിങ്ങൾ നിസാരമായി കരുതേണ്ട. ചോദ്യം ചോദിക്കുമ്പോൾ പരീക്ഷ കിട്ടണം. ഓക്കെ, അപ്പൊ ഉളിപ്പല്ല് 8 എണ്ണമാണ്. ദെൻ ആ സൈഡിൽ നിങ്ങൾക്ക് എന്ത് കാണാം? കോമ്പല്ല് കാണാം അല്ലെ. ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 2 വീതം പല്ലുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് അവിടെ? 4 എണ്ണമാണ് ഉണ്ടാകുക. അപ്പൊ ഉളിപ്പല്ല് 8 ആണെങ്കിൽ, കോമ്പല്ല് 4 ആണെങ്കിൽ, അഗ്രചർവണകവും ചർവണകവും ഉണ്ട് കൂട്ടുകാരെ. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഏറ്റവും പിറകിൽ അടിയിലെ അല്ലെങ്കിൽ എന്താ പറയാ ഉള്ളോട്ട് നോക്കുമ്പോൾ അവിടെയാണ് അഗ്രചർവണകം. അറ്റത്ത് ഇത് ചിന്തിക്കേണ്ട. ആദ്യം ഉളിപ്പല്ല്, ദെൻ കോമ്പല്ല്, പിന്നീട് അഗ്രചർവണകം, അതിനുശേഷം ചർവണകം. തെറ്റിക്കരുതേ. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതം എന്ന് വെച്ചാൽ അഗ്രചർവണകം എന്താണ്? 8 പല്ലുകളാണ് ഉണ്ടാവുക എന്നാലേ കേട്ടോ. 8 പല്ലുകളാണ് ആഹാരങ്ങൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ചർവണകം അതിന്റെ പിറകിലാണ്, മുകളിലും താഴെയുമായിട്ട് 6 പല്ലുകൾ വീതം എന്ന് വെച്ചാൽ 12 പല്ലുകൾ. ക്ലിയർ ആണോ? അപ്പൊ അത്തരത്തിൽ നമുക്ക് ഈ പറയുന്ന പല്ലിന്റെ ഒരു ഘടന നിങ്ങൾ പഠിച്ചു വെക്കണം. 8, 4, 8, 12, ചർവണകമാണ് 12. ആഹാരം നമ്മൾ അങ്ങനെ ചവച്ചരച്ച് അല്ലെ വായിലൂടെ നമ്മളെ അന്നപഥത്തിലെത്തുന്ന ആ ഒരു റൂട്ട് മാപ്പ്. ഇനി നമ്മൾ അതിനെക്കുറിച്ച് SCRTയിൽ, പുതിയ SCRTയിലും പഴയ SCRTയിലും എന്തൊക്കെയാ പറയുന്നത് നോക്കാൻ പോകുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഏറ്റവും പ്രധാനപ്പെട്ട SCRT ആയതുകൊണ്ട് ഈ ക്ലാസ്സും ഇതിന്റെ PDF SCRT സീരീസിന്റെ PDF ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കമന്റിൽ പിൻ ചെയ്ത് വെച്ച മെസ്സേജ് നോക്കിയാൽ മതി. ഇനി കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് ടെലഗ്രാമിലൂടെ ഓഡിയോ ക്ലാസ്സുകൾ 5:30 രാവിലെ എടുക്കാറുണ്ട്. അതിന്റെ PDF നോട്ടുകൾ, ഒരുപാട് PDF നോട്ടുകൾ നന്നായിട്ട് കൊടുക്കാറുണ്ട്. നല്ല റിവിഷൻ എക്സാം ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. വേണമെങ്കിൽ ഒരു 100 രൂപയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാസത്തേക്ക് പുതിയൊരു എക്സാം ബാച്ച് എന്ന രൂപത്തിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അല്ല, ആ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ജൂലൈ വരെ 300 രൂപയാണ് ആകെ ഫീസ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. സെക്രട്ടേറിയറ്റ് OA എക്സാമിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാനാണ്. 7306118242 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നത്, ആഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ പറയുന്ന അന്നനാളം അല്ലെ, നമ്മൾ വായിൽ നിന്നും ഈ പറയുന്ന കഴിച്ചിട്ട് ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ കാണുന്ന അന്നനാളം എന്ന് വിളിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലെ. അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിലെത്തുന്നത്. ഈ ചലനത്തെ നമ്മൾ എന്ത് വിളിക്കും? പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കും. ഓരോ പേജിനകത്ത് അല്ലെങ്കിൽ ഓരോ ബോക്സിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് പോയിന്റുകൾ അത് പഠിച്ചു പോവുക, അതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ നോക്കൂ, അന്നനാള ഭിത്തിയിലൂടെ ആ ഒരു തരംഗ രൂപത്തിലുള്ള ഒരു ചലനമുണ്ട്. ആ ചലനമാണ് ആഹാരം ആമാശയത്തിൽ എത്തിക്കുന്നത് എന്ന് പറയുന്നു. ഈ ചലനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നു. പെരിസ്റ്റാൾസിസ് എന്ന പേര് ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അങ്ങനെ ആഹാരം ആമാശയത്തിലെത്തുന്നു കൂട്ടുകാരെ. നോക്കൂ എന്താണ് സംഭവിക്കുന്നത്. വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി ആമാശയത്തിൽ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കി എന്ന് പറയാണ്. അവിടെ ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ രണ്ടാം ഘട്ടം. അപ്പൊ ആദ്യ ഘട്ടം നടക്കുന്നത് എവിടെയാണ്? ആദ്യ ഘട്ടം നമ്മൾ പറഞ്ഞു വായിൽ വെച്ചിട്ടാണ് അല്ലെ ആഹാരം ഈ പറയുന്ന ചവച്ചരച്ച് ആഹാരം ആമാശയത്തിൽ എത്തുക എന്നൊരു പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത്. അവിടെ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് രണ്ടാം ഘട്ടം ദഹനം ഭാഗികമായിട്ട് നടക്കുന്ന ആമാശയത്തിൽ വെച്ചിട്ടാണ്. മക്കളെ ശ്രദ്ധിക്കണം, 4 മുതൽ 5 മണിക്കൂർ വരെയാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ആമാശയത്തിൽ നിൽക്കുന്നതെന്നാണ് SCERT പറയുന്നത്. പുതിയ SCERT ആണ്. ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം അത് ഏതൊക്കെയാ നമുക്ക് നോക്കട്ടോ. ദഹനത്തെ സുഗമമാക്കുന്നു. ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയ ഭിത്തിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്ക് അറിയുന്നതാണ്. നമുക്ക് ഈ അസിഡിറ്റിയുടെ വിഷയം വരുമ്പോൾ HCl ആണ് ആമാശയത്തിൽ ഉണ്ടാകുന്നത് അല്ലെ. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. അപ്പൊ എത്രയാണ് സമയം? 4 മുതൽ 5 മണിക്കൂർ വരെയാണ് അവിടെ ഈ പറയുന്ന ഡൈജഷൻ ആമാശയത്തിൽ നടക്കുന്നത് എന്ന കാര്യം മറന്നു പോകണ്ട. അവിടെ HCl ഉണ്ടെന്ന കാര്യം മറക്കണ്ട. ഇത് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, SCERT പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അവൻ ശ്രദ്ധിച്ചു പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. എന്താണത്? മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും, പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. നമ്മുടെ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് മാംസ്യത്തിന്റെ ദഹനത്തെ, നിങ്ങൾ എന്റെ പിറകിലാണ് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പറയുമ്പോൾ കേൾക്കുക. ഇതിന്റെ PDF ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനലിലാണ് കൊടുക്കുക. മറ്റേ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുകളുണ്ട്, അതിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് ഒക്കെ. അതിനാണ് പെയ്ഡ്, ചാനൽ ഫ്രീ ആണ് കേട്ടോ. അപ്പൊ ഇത് മാംസത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യാണ് HCl. ഓക്കെ ആണല്ലേ. അപ്പൊ അതിനുശേഷം പിന്നീട് ചെറുകുടലിലേക്ക്. ഇത് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊന്നും പഠിച്ചാൽ പോരാലോ മെയിൻസിനെന്ന്. ഞാൻ SCERTലെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതായത് 5ാം ക്ലാസ്സും പിന്നീട് 9ാം ക്ലാസ് എടുത്തും ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ പറയാം. അപ്പൊ മനുഷ്യന്റെ ചെറുകുടലിൽ 5 മുതൽ 6 മീറ്റർ വരെ, ശ്രദ്ധിക്കണം, നോക്കൂ, 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. എന്തിന്? ചെറുകുടലിന്. മനുഷ്യന്റെ ചെറുകുടലിന് നീളം എത്രയാണ്? 5 മുതൽ 6 മീറ്റർ വരെയാണ് പുതിയ SCERT പറയുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 5 മുതൽ 6 മീറ്റർ വരെയാണ്. പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്ന എവിടെ വെച്ചിട്ടാണ്? ഈ പറയുന്ന ചെറുകുടലിൽ വെച്ചിട്ടാണ്. പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം ചോദിക്കും. കാരണം ഈ ഒരു പാഠഭാഗത്തിന്റെ അവസാനത്തെ ചോദ്യങ്ങൾ, തുടർ പ്രവർത്തനങ്ങളിൽ ഒരു ചോദ്യം ഉണ്ടാവല്ലോ, അതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എവിടെ വെച്ചിട്ടാണ് അവസാനത്തെ ഘട്ടം, പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചിട്ടാണ് ചോദിച്ചാൽ അത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. കൃത്യമായിട്ട് പഠിക്കണം മക്കളെ. ചെറുകുടലിലെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാക്കുന്നു. ചെറുകുടലിൽ വെച്ചിട്ട് എന്താ സംഭവിക്കുക? ചെറുകുടലിലെ ആദ്യ ഭാഗത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം, ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. ആ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസം അഥവാ പാൻക്രിയാറ്റിക് ജ്യൂസ്. ഈ 2 സംഗതികളും ഉപയോഗിച്ചു കൊണ്ടാണ് ചെറുകുടലിൽ വെച്ചിട്ട് പൂർണ്ണമായിട്ടും ഈ ആഹാരവുമായി കലർന്നുകൊണ്ട് ദഹനം പൂർണ്ണമാകുന്നത്. അപ്പൊ അവിടെ 2 കാര്യങ്ങളാണ് ചെറുകുടലിൽ വെച്ചിട്ട്. എന്തൊക്കെയാണ്? ചെറുതായിട്ട് പറഞ്ഞത്, നൈസായിട്ട് പറയാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ടല്ല. പിത്തരസവും ആഗ്നേയരസവും മറക്കണ്ട. ചെറുകുടലിൽ 5 മുതൽ 6 മീറ്റർ വരെയാണ് അതിന് നീളം. സമയമല്ല കേട്ടോ. ഇവിടെ 4 മുതൽ 5 മണിക്കൂർ വരെയാണ് എന്ത് പറയുന്നത്? ആഹാര പദാർത്ഥങ്ങൾ ആമാശയത്തിൽ ദഹനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കാര്യം പറഞ്ഞത്. യെസ്, അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട്. മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്തികൂടങ്ങളുടെ എണ്ണം എത്രയാണ്? ജസ്റ്റ് നിങ്ങൾ അറിയുന്നവർ 5 എന്നൊന്ന് കമന്റ് ചെയ്തിട്ട് വെറുതെ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, കമന്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ആൻസർ പറയാൻ പോവാണേ. മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്തികൂടങ്ങളുടെ എണ്ണം കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയലേ, 1 മിനിറ്റ് കഴിയട്ടെ. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ എങ്ങനെയാണ് രക്തത്തിലേക്ക് എത്തുന്ന പറയാം. ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന എന്താ പറഞ്ഞത്, നമ്മളെ ചെറുകുടലിൽ വെച്ചിട്ട് ഇതിന്റെ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ചെറുകുടലിലെ ഭിത്തിയിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കണ്ടേ അല്ലെ? ആഹാരങ്ങൾ ദഹിച്ചാൽ പോരാലോ. അപ്പൊ അവിടെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങൾ എന്താ വിളിക്കുക? കഴിഞ്ഞ LP UP ഒക്കെ ക്വസ്റ്റ്യൻ ആയിരുന്നു. വില്ലസുകൾ. എന്താ വിളിക്കുക? വില്ലസുകൾ എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ ചെറുകുടലിൽ എന്തുണ്ട്? വില്ലസുകൾ. വില്ലന്മാർ ഇതാ ഈ കാണുന്ന ചങ്ങാതിമാരല്ലേ. അപ്പൊ ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം, അബ്സോർപ്ഷൻ ചെയ്യപ്പെട്ടത്. ഇതാണ് 3ാമത്തെ ഘട്ടം. ശ്രദ്ധിക്കണേ. അപ്പൊ 2ാമത്തെ ഘട്ടം ദഹനം എന്താണ് നേരത്തെ പറഞ്ഞു. 3ാമത്തെ ഘട്ടം എന്താണ്? ഈ പറയുന്ന ആഗിരണമാണ്. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളെയാണ് വില്ലസുകൾ. ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങളൊക്കെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇതാണ് 3ാം ഘട്ടം. രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 4ാമത്തെ ഘട്ടം.
നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ദഹനമാണെങ്കിലും അതിനുശേഷം ആഗിരണമാണെങ്കിലും അതിനുശേഷം ഈ പറയുന്ന സാംശീകരണം, ശരീരത്തിന്റെ ഈ പറയുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങളൊക്കെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. അത് ചെറുകുടലിൽ വെച്ചിട്ടാണ്, വില്ലസുകൾ മുഖേനയാണെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡിൽ എത്തിയാൽ മതിയോ? പോരാ. ആ ബ്ലഡിൽ എത്തിച്ചേർന്ന പോഷകഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറണം. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിങ്ങനെ വലുതാകണ്ടേ അല്ലെ? ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ ആ കുട്ടി ഇങ്ങനെ വളർച്ച വലുതാവണ്ടേ? അപ്പൊ അതൊക്കെ ശരീരത്തിന്റെ ഭാഗമായി മാറണ്ടേ? കൈയും കാലും ഒക്കെ നീളണം, നമുക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഊർജം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന ശരീരത്തിന്റെ ഭാഗമായി മാറുക? സാംശീകരണമാണ്. സാംശീകരണം. അപ്പൊ ആ ഓർത്തുകൊള്ളുക, ദഹനം കഴിഞ്ഞാൽ ആഗിരണം, ആഗിരണം കഴിഞ്ഞാൽ ഈ പറയുന്ന സാംശീകരണം. ഓർത്തു വെക്കണേ. അപ്പൊ ദഹിച്ച ഈ പറയുന്ന ഭക്ഷണത്തെ കുറിച്ച് വേറൊന്നും പറയുന്നില്ല. ഇനി നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആഗിരണം, ദഹനം, സാംശീകരണം ഒക്കെ പറയുന്ന സമയത്ത് ആഹാരം സ്വീകരിക്കുന്ന ഒരു പ്രോസസ്സ് കണ്ട നിങ്ങള്. അതിനുശേഷം ദഹനം നമ്മൾ പറഞ്ഞു, ആഗിരണം നമ്മൾ പറഞ്ഞു, ഇപ്പൊ സാംശീകരണത്തെ കുറിച്ച് പറഞ്ഞു, അവസാനം വിസർജനം കൂടിയിട്ട് അല്ലെ? അത് കൂട്ടുകാർക്ക് കിട്ടും. അവിടെ ഈ പറയുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നുണ്ട്, വേറൊന്നും പറയുന്നില്ല. ഇനി നോക്കൂ, മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഔരസാശയം എന്ന് പറയുന്നത്. അതിന് താഴെയാണ് ഉദരാശയം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം എന്ന് വിളിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ പിക്ചർ നോക്കുക. നമ്മുടെ നെഞ്ചിനകത്തെ അറയാണ് നമ്മൾ എന്ത് വിളിക്കുക? ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയ്ക്ക് എന്ത് വിളിക്കുക? ഔരസാശയം. ഓക്കെ ആണോ? അതിന് താഴത്തെ ഭാഗത്തെ നമ്മൾ ഉദരാശയം എന്ന് വിളിക്കും. ഇവിടെ ഒരു ചുവന്ന കളർ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ സാധനത്തെയാണ് ഡയഫ്രം എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഡയഫ്രം. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. നമ്മുടെ ചെസ്റ്റ്, അതിന്റെ താഴത്ത് ഉദരാശയം, അതിന്റെ രണ്ട് നടുക്കൾ ഡയഫ്രം. ഓക്കെ, നോക്കൂ, ഈ പറയുന്ന രൂപത്തിൽ ഇവിടെ ഒരു നിരീക്ഷണം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ആവശ്യമുള്ള കാര്യം എന്താ? നിങ്ങൾക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യം ഇതാണ്. ഉച്ഛ്വാസ സമയം അല്ലെ? നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അപ്പൊ ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയും ചെയ്യുന്നു. ഡയഫ്രം എന്നാ പറഞ്ഞത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വന്നാൽ മക്കളെ ശ്രദ്ധിക്കണം. പരീക്ഷകളുടെ സമ്മർദ്ദം മൂലം നമുക്കറിയാം ശ്വാസകോശം ഇങ്ങനെ വികസിക്കും അല്ലെ? നമ്മൾ ഉച്ഛ്വാസ സമയത്ത് ശ്വാസകോശം വികസിക്കും. പക്ഷെ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്താ കൊടുക്കുക? ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങും. പെട്ടെന്ന് നമ്മൾ പരീക്ഷകൾ അതൊക്കെ ട്രൂ ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഫോൾസ് ആണെന്ന് വിചാരിക്കും. കാരണം എന്താണ്? ഡയഫ്രം നമ്മൾ ചിന്തിക്കില്ല. അപ്പൊ ഡയഫ്രം ആ സമയത്ത് ഇത് ശ്വാസകോശം കൊണ്ട് വലുതാകുന്ന സമയത്താ ഈ പിക്ചർ കണ്ട നിങ്ങൾ. ശ്വാസം ഉള്ളോട്ടെടുത്ത് ശ്വാസകോശം വലുതാകുമ്പോൾ ഈ സാധനം എന്ത് ചെയ്യാണ്? അവിടെ ഇങ്ങനെ ബെൻഡ് പോലെ നിന്നിട്ട് താത്തുകയാണ്. അപ്പൊ ചുരുങ്ങുകയാണ് അല്ലെ? വളവ് അല്പം നിവരും. ഇങ്ങനെ ഒരു ബെൻഡായി നിൽക്കുന്ന സാധനം. തൊട്ട് മുകളിൽ ശ്വാസകോശം ഉണ്ട്. അപ്പൊ ശ്വാസകോശം ഇങ്ങനെ അങ്ങോട്ട് വലുതാകുമ്പോൾ ഈ ബെൻഡ് അമ്പിച്ച് താഴോട്ടാകും അല്ലെ? അങ്ങനെന്താണ്? അപ്പൊ വളവ് അല്പം നിവരും, എന്ത് ചെയ്യും? അത് ചുരുങ്ങും എന്ന് ഉദ്ദേശിക്കട്ടാ. അതിനാൽ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും. അങ്ങനെയാണ് ഈ പറഞ്ഞ ഔരസാശയം അഥവാ ശ്വാസകോശം നിൽക്കുന്നത് വലുതാകുന്നത്. തൽഫലമായി അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും അല്ലെ? ശ്വാസകോശം വികസിക്കും. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. എന്നാൽ നിശ്വാസ സമയത്തോ ഒക്കെ വിടുന്ന സമയത്ത് ഈ പറയുന്ന നമ്മുടെ ഔരസാശയം എന്ത് ചെയ്യും? വ്യാപ്തി ചെറുതാകും. ഈ പറയുന്ന ശ്വാസകോശം എന്ത് ചെയ്യും? ചുരുങ്ങുന്ന സമയത്ത് നമ്മുടെ ഓൾറെഡി അവിടെയുള്ള ഡയഫ്രം എന്താ സംഭവിക്കുക? പൂർവ്വസ്ഥിതിയിലാവും. ഡയഫ്രം ഇങ്ങനെ അമ്പി നിന്നല്ലേ വലുതായപ്പോൾ. അപ്പൊ വീണ്ടും കൂളായിട്ട് പഴയ പോലെ മുകളിലോട്ട് പോകും. അതിന് പൂർവ്വസ്ഥിതിയിലാവും. വലുതാവെന്ന് പറയണ്ട, പൂർവ്വസ്ഥിതിയിലാവും. അപ്പൊ നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകും എന്നൊരു പോയിന്റാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇപ്പൊ നമ്മൾ ശ്വാസകോശത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞത്. ദഹന വ്യവസ്ഥ മാത്രമല്ല, ദഹനവും ശ്വാസകോശവും ഈ ഒരു ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ദഹനം ഉള്ളോട്ട് എടുക്കുന്ന സമയത്ത് ദഹനമല്ല, ശ്വാസം ഉള്ളോട്ട് എടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അതിനൊരു റൂട്ട് മാപ്പ് നോട്ട് ചെയ്ത് വെക്കണം. നാസാദ്വാരം അല്ലെ? നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഒരു ഗുഹയാണ് അല്ലെ? ആ ഗുഹ കണ്ടോ? ആ ഗുഹയുണ്ട്. നാസാഗഹ്വരം. അതിനുശേഷം ശ്വാസനാളമാണ് ഉള്ളത്. ശ്രദ്ധിക്കണം, ശ്വാസനാളം. ഇത് പഠിക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാവും. അപ്പൊ ദ്വാരത്തുനിന്ന് ഗുഹയെ കൂടെ പോയിട്ട് നാളത്തിലെത്തുന്നു. ദ്വാരത്തിലൂടെ ഗുഹയിലൂടെ പോയിട്ട് നാളത്തിലെത്തുന്നു. ശ്രദ്ധിക്കണം, നമ്മള് പലതരത്തിലുള്ള നാളങ്ങളൊക്കെ നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ? വെളിച്ചെണ്ണ ഇതൊക്കെ എടുക്കുന്ന നാളങ്ങൾ. അപ്പൊ അതുപോലെ ശ്വാസം നാളത്തിലെത്തുന്നു ആലോചിക്കും. പിന്നീടുള്ളത് ഒരു പക്ഷേ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ആലോചിക്കുക, ആദ്യം 3 അക്ഷരം ശ്വ സ നി. ഞാൻ അങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാറ്, തെറ്റിപ്പോന്നവരുണ്ടെങ്കിൽ. പിന്നീട് 4 അക്ഷരം ശ്വ സ നി ഗ. ഓക്കെ ആണോ? അത് കഴിഞ്ഞ പിന്നെ വായു അറിയിലെത്തുന്നു. ശ്വാസകോശത്തിലെ വായു അറിയിലെത്തുന്നു. പിന്നെ നാസാദ്വാരം, നാസാഗഹ്വരം, ശ്വാസനാളം കഴിഞ്ഞാൽ പിന്നെ ശ്വസനി, ദെൻ ശ്വസനിക, പിന്നീട് വായു. ഉച്ഛ്വാസത്തെ കുറിച്ചും നിശ്വാസത്തെ കുറിച്ചും ഞാനിപ്പം പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഡയഫ്രം ചുരുങ്ങി, വളവ് അല്പം നിവരുന്നു, വാരിയെല്ലും കൂടെ ഉയരുന്നു.
ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു, ഉച്ഛ്വാസം, വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. തിരിച്ചോ, ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാവും, വാരിയെല്ലിൻ കൂട് താഴും, ഔരസാശയത്തിന്റെ വ്യാപ്തം കുറയും, ശ്വാസകോശം ചുരുങ്ങും, ശ്വാസകോശത്തിന്റെ വായു പുറത്തേക്ക് പോകും. ഇവിടെ മക്കളെ നിങ്ങൾ നിർബന്ധമായിട്ടും SCERT പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ശ്രദ്ധിച്ചു വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ഇതാണ്. ഞാൻ 3 സ്റ്റാർ ഇട്ടു. ഓക്സിജൻ ഉച്ഛ്വാസ സമയത്ത് എത്രയാണ് നമ്മൾ ഓക്സിജൻ ഉള്ളോട്ട് എടുക്കാറ്? 21% കൃത്യമായിട്ട് പഠിക്കാം. കൃത്യമായിട്ട് പഠിക്കാം. എന്നാൽ നമ്മൾ വിടുന്ന സമയത്ത് 21 നമ്മൾ ഉള്ളോട്ട് എടുക്കില്ല, 15 നമ്മൾ വിട്ടുകൊടുക്കും. ഇത് നന്നായിട്ട് പഠിക്കണേ. ഞാൻ വീണ്ടും പറയുന്നു, റിപ്പീറ്റ്, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. 21% ഓക്സിജൻ ഉള്ളോട്ട് എടുക്കുന്നു, 15% വിട്ടുകൊടുക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡോ മക്കളെ ശ്രദ്ധിക്കണം. ആ കുത്തിടുന്നൊക്കെ 0.04%. ബൈ ഹാർട്ട് പഠിച്ചോ, എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് അറിയാം. 0.04. പക്ഷെ നമ്മൾ പരീക്ഷ 0.03 ഒക്കെ എഴുതാം ചിലപ്പോൾ, അല്ലെങ്കിൽ 0.4 എഴുതാം. 0.04, 0.04, 0.04. ഇനി നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന വേസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഒരുപാട് പുറത്തേക്ക് വിടുന്നുണ്ട്. 4 വിടുന്നു. കുത്തിടുക, 0.04 നമ്മൾ ഉള്ളോട്ട് എടുക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ്, തിരിച്ച് 4 നമ്മൾ പുറത്തോട്ട് വിടുന്നു. 21% ഇതൊക്കെ കേട്ടോ. 21% നമ്മൾ ഓക്സിജൻ എടുക്കുന്നു, 15% വിടുന്നു. പഠിച്ചോ. 78% നൈട്രജൻ നമ്മൾ ഉള്ളോട്ട് എടുക്കുന്നു. കാരണം അന്തരീക്ഷത്തിൽ എത്രയാണ് ഓക്സിജൻ നൈട്രജൻ എന്ന് കൂട്ടുകാർക്ക് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അത് നേരിട്ട് എടുക്കുക. 78% നൈട്രജൻ എടുക്കുന്നു, തിരിച്ച് നൈട്രജൻ നമുക്ക് വേണ്ട 78 വിടുന്നു. ജലബാഷ്പം ഒരു പക്ഷേ പിള്ളേരെ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. 1% പോലും ജലബാഷ്പം, നല്ല ഈർപ്പുള്ള സമയത്തൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒന്നും അല്ലേ, നല്ല ചൂടായത് കൊണ്ട് എനിക്ക് ജലബാഷ്പം ഒന്നും ഇല്ല. അപ്പം വീണ്ടും പോയിന്റ് കുത്തിടുന്നു, 9.6 ജലബാഷ്പം. എത്ര തിരിച്ചു വിടുന്നത്? 3 ആണ്. അവിടെ 0.04 കാർബൺ ഡൈ ഓക്സൈഡ് 4 വിടുന്നു. ഇവിടെ 0.96 1 പോലും ഇല്ല. 3% ജലബാഷ്പം നമ്മുടെ ശരീരത്തിൽ തിരിച്ചു വിടുന്നുണ്ട്. ക്ലിയർ? നോക്കൂ, മണ്ണിര ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം ഈർപ്പമുള്ള ത്വക്കാണ്. മത്സ്യത്തിന് ശകുലങ്ങളാണ്, അഥവാ ചെകിളപ്പൂക്കളാണ്. കൂട്ടുകാർക്ക് അറിയാം, ഞാൻ പെട്ടെന്ന് പറയാണ്. തവളയെ കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശവും വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്കുമാണ് തവളയ്ക്ക്. ചിലന്തിയാണ് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ളത് ബുക്ക് ലങ്സ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, മുമ്പ് തൊട്ടേ നമ്മൾ BSc പഠിക്കുന്ന ബേസിക് GK പെട്ടതാണ്. ചിലന്തിയുടെ ഈ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം ബുക്ക് ലങ്സ്. ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്ന പ്രക്രിയ നമ്മൾ ശ്വസനം എന്ന് പറയും. സസ്യങ്ങളുടെ ശ്വസനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റ വഴിയാണ് വാതക വിനിമയം നടക്കുന്നത്. നമുക്കറിയാലോ, സസ്യങ്ങളിലെ വാതക വിനിമയം നടക്കുന്നത്, നിങ്ങൾ പ്രിലിംസ് പാസ്സായവരും അല്ലെങ്കിൽ കുറച്ചു കാലം BSc പഠിക്കുന്നവരാണ്, ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റയാണ്. ഓക്കെ, സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ തന്നെയാണ്. ഒക്കെ നിങ്ങൾക്ക് അറിയാം, പുറത്തു വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. രണ്ടാമത്തെ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്, ദഹനവും പോഷക സംവഹനവും എന്ന ചാപ്റ്ററാണ്, പുതിയ SCERT. നേരത്തെ പറഞ്ഞ ദഹനത്തെ കുറിച്ച് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദഹനം അഥവാ ഡൈജഷൻ സങ്കീർണമായ ഒരു ആഹാര ഘടകങ്ങളെ ആകിരണങ്ങളാക്കി ലഘുഘടകങ്ങളാക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് പുതിയ SCERT ചില മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊന്നും മുമ്പ് പഠിച്ച SCERT പഠിച്ചവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഈ ദഹനത്തെ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഒന്ന് യാന്ത്രിക ദഹനമെന്നും രണ്ടാമത് രാസിക ദഹനമെന്നും. ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുന്നു. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയും ഇത് സാധ്യമാകുന്നു. എന്ന് വെച്ചാൽ ദഹനത്തിൽ എന്തുണ്ട്? മെക്കാനിക്കൽ പരിപാടികൾ, ഇങ്ങനെ ചവച്ച് അരച്ച് ആമാശയത്തിലിട്ടുന്ന ഉരുട്ടി അല്ലെ, ആ പറയുന്ന ഇൻസൈം ഒക്കെ ശരിയാക്കി, അപ്പൊ ഒരു യാന്ത്രിക ദഹനം. എന്നാൽ രാസിക ദഹനം എന്താണ്? ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനം കൊണ്ട്, ഞാൻ ഈ പറയുന്നത് എന്താ പറയാ, ആമാശയത്തിലും ചെറുകുടലൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ തട്ടി അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചിട്ട് അല്ലെ ദഹിക്കുക, അങ്ങനെ ദഹിക്കുക. അപ്പൊ അതാണ് യാന്ത്രിക ദഹനം. എന്നാൽ അവിടെ ചില എൻസൈമുകൾ, നമ്മൾ നേരത്തെ പറയാം പിത്തരസം, അതുപോലെ തന്നെ ചെറുകുടലൊക്കെ ഉണ്ടാകുന്ന എൻസൈമുകളൊക്കെ എന്ത് സംഭവിക്കുന്നു? അതിന്റെ വർക്ക്, അതിന്റെ പ്രവർത്തനം, കെമിക്കൽ പരിപാടികൾ നടന്നിട്ട് ഇതിനെന്ത് ചെയ്യും? കട്ട് ചെയ്ത് നമ്മൾ ഉഷാറായിട്ട് പോഷക ഘടകങ്ങളാക്കി മാറ്റും. ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ഒരു രസകരമായ ഒരു കൗതുകരമായ ഒരു കാര്യം പുതിയ SCERT ഉണ്ട്. എത്രയോ കാലങ്ങളായിട്ട് BSc പഠിക്കുകയൊക്കെ ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത് ഈ ഒരു പുതിയ SCERT വന്നപ്പോഴാണ് പുതിയൊരു അറിവ്. എന്തായാലും നമുക്കത് പഠിക്കാം രസകരമായിട്ട് അല്ലെ. നോക്കൂ, ആമാശയത്തിന് 4 അറകളാണ് നമ്മുടെ പശുവിനുള്ളത് അല്ലെ. നമ്മുടെ പശുക്കൾക്ക് 4 അറകളാണ്. അപ്പൊ അവിടെ എങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ, റൂം, റെറ്റിക്കുലം, ഓമാസം, അപോമാസം. റൂമുണ്ട്, പിന്നെ ഒരു റെറ്റിക്കുലം ഉണ്ട്,
പിന്നെ മാസം ഉണ്ട്. മാസമായോ പശുവിന് എത്ര മാസം എന്ന് ചോദിക്കില്ല, പ്രസവിക്കാനായോ? അതിന് അബോഷൻ ആയെന്ന് പറയണ്ട, മാസം. അപ്പൊ അത് രസകരമായി നിങ്ങൾ 4 പഠിച്ചേ. റൂമൻ റെറ്റിക്കുലം മാസം മാസം. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ് ഞാനിവിടെ പോയിന്റർ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആഹാരത്തിലെ സെല്ലുലോസ് നമുക്കറിയാം, ഈ പച്ചപ്പുല്ലൊക്കെ ഈ പശുവിന് ദഹിപ്പിക്കാൻ പറ്റും, നമുക്കത് പറ്റാത്തതുകൊണ്ടല്ല ഇഷ്യൂ. അല്ലേ നമ്മളൊക്കെ തിന്നുന്ന സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ ആദ്യം തന്നെ പശു എന്ത് ചെയ്യും? ഇതാ 4 അറകൾ കാണാം നിങ്ങൾക്ക് അല്ലെ. അപ്പൊ ഓമാസം കാണാം, റെറ്റിക്കുലം കാണാം, റൂമൻ കാണാം, അല്ലെ, ഒക്കെ കാണാം നിങ്ങൾക്ക്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു. അപ്പൊ ആദ്യം തന്നെ പശു ഈ പറയുന്ന പച്ചപ്പുല്ലൊക്കെ അടിച്ചു മാറ്റിയിട്ട് റൂമിലും റെറ്റിക്കുലത്തിലും കൊണ്ടുചിടും കേട്ടോ. റെറ്റിക്കുലത്തിലും കൊണ്ടുചിടുന്ന റൂമിലും റെറ്റിക്കുലത്തിലും കൊണ്ടുചിടും. അവിടെയുള്ള സൂക്ഷ്മജീവികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻസൈമുകൾ ഇതിനെ വിഘടിപ്പിക്കാൻ നിൽക്കും. പിന്നീട് റൂമനിൽ താൽക്കാലികമായി സംഭരിക്കും. ആദ്യം റൂമനിലും റെറ്റിക്കുലത്തിലൊക്കെ വന്നിട്ട്, അല്ലെ, റെറ്റിക്കുലത്തിലൂടെ റൂമനിൽ വരിക. അവിടെ വെച്ചിട്ട് നോക്കൂ, റെറ്റിക്കുലത്തിലും റൂമനിലും നമ്മൾ ഈ പറയുന്ന പശു അല്ലെങ്കിൽ സസ്യാഹാരിയായ ഇത്തരം എന്താ പറയാ ജീവി അതെന്ത് ചെയ്യുന്നു? അത് ആദ്യം റൂമിലും റെറ്റിക്കുലത്തിലും കൊണ്ടുവെക്കുന്നു. പിന്നീട് നിങ്ങൾ ആലോചിക്കുക, ആ ആഹാരം തിരികെ എന്ത് ചെയ്യുന്നറിയോ? വായിൽ എത്തിച്ച് വീണ്ടും ചവച്ചരയ്ക്കും. ഇങ്ങനെ കിടന്നിട്ടേ മൂപ്പർക്ക് നിങ്ങൾ 2 കെട്ട് പുല്ല് കൊടുത്താൽ മൂപ്പര് അടിച്ചു വിട്ട് തിന്നും, അല്ലെ. നമുക്ക് ഇങ്ങനെ ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ല, നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ കഴിക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് മൂപ്പര് നിങ്ങളവിടെ റെസ്റ്റ് എടുക്കാനാക്കിയാൽ മൂപ്പര് ഇങ്ങനെ ചവച്ചരയ്ക്കുക. എന്താണ്? മൂപ്പര് അങ്ങോട്ട് എടുക്കുക ചെയ്യുക. അപ്പൊ ദഹന പ്രക്രിയയിൽ ആദ്യം മൂപ്പര് ഇങ്ങനെ കൊണ്ടുപോകുന്നത് സെല്ലുലോസും ഹെമി സെല്ലുലോസും ഒക്കെ റൂമനിലും റെറ്റിക്കുലത്തിലും കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കും. എൻസൈമുകൾ അവിടെ വിഘടിപ്പിക്കും. പിന്നെ റൂമനിൽ താൽക്കാലികമായി കുറച്ച് ഫുഡ് സംഭരിച്ചു വെക്കും. അതാണ് വലിയൊരു സാധനം റൂമൻ കണ്ടവിടെ. അത് പിന്നീട് ഇങ്ങോട്ട് എടുത്തിട്ട് മൂപ്പര് തിരികെ വായിലേക്ക് ഇട്ട് വീണ്ടും ചവച്ചരയ്ക്കും. കാരണം അവിടെ വെച്ചിട്ട് ഇതിന്റെ പ്രോസസ്സേ ഒന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കഴിവ് ഈ പശുവിനുണ്ട്, അല്ലെ. നമ്മൾ വായിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, മൗത്ത്, വായിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പല്ല് അവിടെയാണ് പറഞ്ഞത്. അപ്പൊ പല്ലിനെ കുറിച്ചല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പല്ലിനെ കുറിച്ച് വേറെ ചില പോയിന്റുകളാണ്. ഇനാമൽ, മനുഷ്യത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് എന്ത്? ഇനാമൽ, പല്ലിന്റെ പുറം കവചം. എല്ലാവർക്കും അറിയാം. ഡെന്റൈനെ കുറിച്ച് പറയുന്നു. നമ്മൾ ഡെന്റിസ്റ്റിന് അടുത്ത് പോകുന്നല്ലേ പറയാ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. അറിയാത്ത ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഒരു മാർക്ക് കിട്ടുവേ. ഇനാമലിനെ കുറിച്ച് അറിയാം, ഡെന്റൈനെ കുറിച്ച് അറിയാം. പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം പൾപ്പ് എന്ന മൃദുവായ യോജക കല കാണപ്പെടുന്നു. രക്തക്കൊയിലുകൾ, നാഡികൾ, നോക്കണേ, ഒഡെന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. എന്താണ്? ഒഡെന്റോബ്ലാസ്റ്റ് കോശങ്ങൾ. അപ്പൊ പൾപ്പ് ക്യാവിറ്റിയിൽ ഒഡെന്റോബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഉറപ്പായിട്ടും SCRT നന്നായിട്ട് പഠിച്ചു പോകുന്ന ഉദ്യോഗാർത്ഥിക്ക് ഒരു സംശയം അവിടെ വരും. എന്താണ് പൾപ്പ് ക്യാവിറ്റി? പല്ലിന്റെ ഏറ്റവും ആന്തര ഭാഗമാണ്. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ കാണാൻ പറ്റുന്ന ഉള്ളിലുള്ള സാധനം. ഒരു പല്ലിങ്ങനെ നോക്കണം, അതിന്റെ ലെയർ നോക്കണം, അതിന്റെ ഉള്ളിലുള്ള ഒരു ഭാഗം, ആന്തര ഭാഗം, അതിനെ നമ്മൾ വിളിക്കുക പൾപ്പ് ക്യാവിറ്റി. പഴുപ്പ് ഉണ്ടാകുന്ന സ്ഥലം വേണമെങ്കിൽ ആലോചിച്ച് വെച്ചോ, അല്ലെ. അവിടെ ഓട്ട ക്യാവിറ്റി വന്നാൽ ഭയങ്കര വേദനയ്ക്കും പഴുപ്പ്. അപ്പൊ പൾപ്പ് ക്യാവിറ്റി, പൾപ്പിലെ പൾപ്പ്, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം. പൾപ്പ് എന്ന മൃദുവായ യോജക കലയാണ് അവിടെ കാണപ്പെടുക. പൾപ്പ്, അല്ലെ, പൾപ്പ് ഭയങ്കര പഴുപ്പെന്ന് പറയുന്നത് ഭയങ്കര മൃദുവായിരിക്കും. രക്തക്കൊയിലുകൾ, നാഡികൾ, ഒഡെന്റോബ്ലാസ്റ്റ് ആണ്, ഒഡെന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? സ്റ്റാർ ഇട്ട് വെച്ചിട്ട് ഒഡെന്റോബ്ലാസ്റ്റ് കോശങ്ങൾ പല്ലിലെ പൾപ്പ് ക്യാവിറ്റി ഏറ്റവും ഉള്ളിലുണ്ട്. ഭയങ്കര ഭയങ്കര വേദന ആയിരിക്കും. പല്ല് ഒടിഞ്ഞാൽ ഒഡെന്റോബ്ലാസ്റ്റ് ആണ്, ഭയങ്കര വേദന. ഇനി സിമന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കാണാം. നമ്മുടെ നാട്ടിൽ സിമന്റ് തന്നെ, അല്ലെ. എന്തായാലും ആ പല്ലിനെ മോണയിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകല. സിമന്റ് ഇട്ടല്ല നമ്മൾ ഉറപ്പിക്കുക, ഒരു കമ്പി പോസ്റ്റോ അങ്ങനെ എന്താണെങ്കിലും. അപ്പൊ ആ പല്ല് ഉറപ്പിച്ചിരിക്കുന്ന സിമന്റ്. ആമാശയത്തെ കുറിച്ച് രസകരമായി പഴയ SCRT ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പുതിയ SCRTകളിലോട് ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് മക്കളെ? ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയ പേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. ഈ വലയ പേശിയൊക്കെ അവിടെ ഉള്ളത് കൊണ്ടാണ് ആമാശയം ഈ പറഞ്ഞ 4-5 മണിക്കൂർ അവിടെ നിന്നിട്ട് ഫുഡ് ഒരൊറ്റടിക്ക് പോവാണ്ട് അതിനെങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇവിടെയാണ്. ഇതാണ് നമ്മളെ പുതിയ SCRT ഞാൻ പറഞ്ഞ ഹൈലൈറ്റ് പോയിന്റ്. ചെറുകുടലിലെത്തുന്ന സമയത്ത്, ആമാശയത്തിൽ ചെറുകുടലെത്തുന്ന സമയത്ത് നടക്കുന്ന പെരിസ്റ്റാൾസിസ്, അതുപോലെ തന്നെ സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു. അവിടെ ഒരു യാന്ത്രികമായ പരിപാടിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, യാന്ത്രിക പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്താണ് ഈ പെരിസ്റ്റാൾസിസ്? അതിന്റെ ആ ഒരു മൂവ്മെന്റ് കാണാം നിങ്ങൾ. അതാണ് ആ വ്യത്യാസം, സെഗ്മെന്റേഷനും പെരിസ്റ്റാൾസിസും. അതിന്റെ ആ ഒരു മൂവ്മെന്റ് ആണ് പെരിസ്റ്റാൾസിസ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ സെഗ്മെന്റേഷൻ കണ്ടോ നിങ്ങൾ,
ഇങ്ങനെ ഇങ്ങനെ ആ ചെറുകുടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സെഗ്മെന്റ് ആയിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് അതിനങ്ങോട്ട് ഞെക്കി ഞെരിച്ചെന്ത് ചെയ്യുക, പൊടിച്ചു കളയുക. കേട്ടോ, കാണുമ്പോൾ മനസ്സിലാവും നമുക്ക്. പച്ചക്കളറിൽ ഒരു ഭക്ഷണം കരുതുക, അത് അവിടെ എത്തുന്നു, ആ കൊയലിൽ അതിങ്ങനെ ഒരു കട്ട് ചെയ്ത് ആക്കി ഓരോരോ കട്ടിങ്ങളാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ഒരു ഞെരിക്കൽ നടക്കുന്നു. അപ്പൊ സെഗ്മെന്റ് ആയിട്ട് ആലോചിക്കുക, എന്നിട്ട് ദഹിപ്പിക്കുന്നതാണ് സെഗ്മെന്റേഷൻ. കേട്ടോ, വിഴുങ്ങൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് മക്കളെ. ഇവിടെ രണ്ടു മൂന്ന് നല്ല രസകരമായ പോയിന്റ്. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ നാസാദ്വാരം, നാസാഗുഹരൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് പറയുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ എപ്പിഗ്ലോട്ടിസ്, ചെറുനാക്ക് എന്നിവയുടെ സ്ഥാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ചെറുനാക്ക്? അല്ലെ, നമ്മൾ അണ്ണാക്ക് എന്നൊക്കെ പറയുന്ന മാതിരി ചെറുനാക്ക് അങ്ങനെ നീണ്ടു നിൽക്കുന്ന സാധനം കാണാൻ പറ്റും. നമ്മൾ വായ തുറന്ന് നോക്കുന്ന സമയത്ത് ചെറുനാക്ക് അല്ലെ. അപ്പൊ ഈ ചെറുനാക്ക് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അണ്ണാക്ക്, അതിന്റെ തൊട്ട് മുകളിൽ അണ്ണാക്ക്. നമ്മൾ നിന്റെ അണ്ണാക്കിൽ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് നാടൻ ഭാഷയിൽ. അപ്പൊ അതിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കി വെക്കണം. എവിടെയാണ് ഇതൊക്കെ വരുന്നത്? അത് തുറക്കുന്ന ഒരു ഭാഗം ഈ പറയുന്ന ആ എപ്പിഗ്ലോട്ടിസ്, അവിടെ ഗ്രസനി എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, വായു അറയും ഈ പറയുന്ന ഭക്ഷണത്തിന്റെ ഇതെല്ലാം കൂടി നിൽക്കുന്ന ഒരു ഇത് അവിടെ എപ്പോഴും അടച്ചിരിക്കുകയാണെന്നൊക്കെ നമുക്കറിയാം. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്വാസകോശത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, ഇപ്പോഴല്ല, ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥം കഴിക്കുമ്പോൾ അവിടെ അടഞ്ഞിരിക്കും, അങ്ങോട്ട് പോയില്ല എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അത് അത്തരം കാര്യങ്ങളോട് വിശദമായിട്ട് പറയുന്നുണ്ട്. നാക്ക് ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. ഓക്കെ, കഴിക്കുമ്പോൾ ഗ്രസനിയിലേക്ക് തുറക്കുന്ന എന്തോട്ട് ഗ്രസനി, ആ കാണുന്ന സാധനം അവിടെയുള്ള അതാട്ടോ ഗ്രസനി. ഇനി ഗ്രസനി കാണാണ്ടിരിക്കുന്ന ഈ കാണുന്ന ചുവന്ന ഭാഗം, ഞാൻ മൊത്തം വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുവപ്പ് കണ്ടില്ലേ, ഇതിനെ ഞാൻ വായിച്ച് കൊളാക്കിയതാണ്. ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ആ ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. നാസാഗഹരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ശ്വസിക്കുമ്പോൾ മൂക്കിന്റെ ഇങ്ങനെ പോയിട്ട് നാസാദ്വാരത്തിലൂടെ അല്ലെ ഗഹരത്തിലൂടെ ഇങ്ങനെ പോകുന്നല്ലേ. അപ്പൊ ആ ഗഹരം, അപ്പൊ ആ നാസാഗഹരത്തിന്റെയും ചെറുനാക്ക് അടയ്ക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ മൂക്ക് കീറ തരിപ്പ് പോകുന്നൊക്കെ നമ്മൾ പറയാം. അങ്ങനെ എന്തോ പറയാറുണ്ട് നാടൻ ഭാഷ, എന്താ പറയാൻ എനിക്കറിയില്ല. നിങ്ങൾ ശരിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ മക്കളെ. SCRT ഞാനിങ്ങനെ വായിക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല, ബോറടിക്കുന്നൊക്കെ എനിക്കറിയാം. വേറെ നിർത്തിയില്ല. SCRT വായിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് ഈ സീരീസ്. ഇതിന്റെ സപ്പോർട്ട് പോലെയാണ് അടുത്ത ക്ലാസ്സുകൾ. ഗ്രസനിലേക്ക് തുറക്കുന്ന നാസാഗഹരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. നാക്കിന്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. നാക്കിന്റെ പിൻഭാഗം എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? ഈ ഫുഡ് ഇതിലൂടെ ഇങ്ങനെ പച്ചക്കറുണ്ട്, ഇങ്ങനെ ആ എപ്പിഗ്ലോട്ടിസ് അടച്ചോട് ഇങ്ങനെ ഫുഡ് എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് ഇങ്ങനെ കടത്തിവിടും കേട്ടോ. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. ഇവിടെ ഒരു വെള്ള സാധനം കാണാം. അപ്പൊ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകുന്ന സമയത്ത് ഭക്ഷണം 2 റൂട്ടിലേക്ക് പോകണല്ലോ. അപ്പൊ നമ്മൾ ഗ്രസനിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഈ പറയുന്ന ശ്വാസകോശത്തിലേക്ക് പോകാതിരിക്കാൻ അവിടെ അടയ്ക്കുന്ന ചങ്ങയുണ്ട്, ഓനാണ് എപ്പിഗ്ലോട്ടിസ് കേട്ടോ. അപ്പൊ എന്താണ്? ഇപ്പൊ ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ശ്വാസം വലിക്കുമ്പോൾ ഇത് എടുക്കുമ്പോൾ ഒക്കെ എന്താണ്? അതിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഓരോ കോപ്പറേറ്റീവ് കളി കളിച്ചു കഴിഞ്ഞാൽ തരിപ്പ് പോകുക, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങോട്ടൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട്. ഭയങ്കര ഇഷ്യൂ ആവുന്നു കേട്ടോ. അപ്പൊ അത് വിശദമായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. വായു എന്താന്ന് പറയുന്നത് കരൾ പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു. പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്ന കരളിലെ പണിയാണ്. ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറുകണികളാക്കുന്നു, pH ക്രമീകരിക്കുന്നു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കരളിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആമാശയം എന്താ, നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെയുള്ളത്. പാൻക്രിയാസിനെ കുറിച്ചും പറയുന്നുണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പക്വാശയത്തിലെത്തി ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നേരത്തെ ഭാഗികമായി ദഹിപ്പിക്കും. നമുക്കത് പറയാം, അടുത്ത പേജിൽ വരുന്നുണ്ട്. ചെറുകുടലിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം, വൻകുടലിൽ നടക്കുന്ന കാര്യങ്ങളും പറയാം. കാരണം അത് വിശദമായിട്ട് പേജ് നോക്കൂ. ഇവിടെ ആഗിരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ചെറുകുടലിൽ വെച്ചിട്ടാണ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശരീരത്തിനകത്തേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അതിന് സഹായിക്കുന്ന നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. എന്തായിരുന്നു? വില്ലസുകൾ അല്ലെ, വില്ലസുകൾ. അപ്പൊ വില്ലസിന്റെ ഘടന നേരത്തെ 5ാം ക്ലാസ് പറഞ്ഞില്ല എങ്കിൽ ഇത് അടുത്തൊരു ചാപ്റ്ററിനകത്ത് പറയുകയാണ്. അവിടെ 3 പ്രധാനപ്പെട്ട പോയിന്റ് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. വില്ലസ് എന്ന് പറയുമ്പോൾ അവിടെ രക്തലോമികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബ്ലഡ് കളറിലും ബ്ലൂ കളറിലൊക്കെ, ബ്ലൂ അല്ല എന്തൊരു കളറിൽ നിങ്ങൾക്ക് കാണാം രക്തലോമികൾ. അതുപോലെ അതിന്റെ ഏറ്റവും പുറമെ ഒറ്റ നിര എപ്പിത്തീലിയൻ കോശങ്ങൾ കാണാം. എപ്പിഗ്ലോട്ടിസ് നേരത്തെ പറഞ്ഞു, ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ പറയുന്ന അല്ലെ ശ്വാസോച്ഛ്വാസം നടക്കുമ്പോൾ അവിടെ അടയ്ക്കാനും തുറക്കാനുള്ള എപ്പിഗ്ലോട്ടിസ്. ഒറ്റ നിര എപ്പിത്തീലിയൻ കോശങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒറ്റ നിര എപ്പിത്തീലിയൻ കോശങ്ങൾ, ഇവിടെ ഏറ്റവും പുറത്ത് കാണുന്നതാണ് എപ്പിത്തീലിയൻ കോശങ്ങൾ. പോഷകാകിരണത്തിനുള്ള പ്രാഥമിക പ്രതലമാണ് എപ്പിത്തീലിയൻ കോശങ്ങൾ. രക്തലോമികളുണ്ട് വില്ലസിനകത്തേക്ക്. ഈ പറയുന്ന ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു ലോമികളെ രൂപപ്പെടുത്തുന്നതാണ് ഈ പറഞ്ഞ രക്തലോമികൾ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ലോമികൾ കൂടിച്ചേർന്ന് സ്ഥിരയായി പുറത്തു പോകുന്നു.
ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ഇതിനൊക്കെ ആഗിരണം ചെയ്യപ്പെടുന്നത് രക്തലോമികളാണെന്ന് കാര്യം മറക്കണ്ട. നമുക്കത് അടുത്ത പേജിൽ വരുന്നുണ്ട്. എന്നാലും കൂട്ടുകാർ പഠിച്ചു വെക്കുക, ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്, എന്താണ് രക്തലോമികൾ? ഈ പറയുന്ന വില്ലസിനകത്ത് എന്താണ് ലാക്റ്റിയലുകൾ? പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത് ഈ ധമനിയുടെ ശാഖയാണ് വില്ലസിലേക്ക് പ്രവേശിച്ചിട്ട് രക്തലോമികളായിട്ട് നിൽക്കുന്നത്. അപ്പൊ ലോമികളെല്ലാം കൂടി കൂടിച്ചേർന്ന് സ്ഥിരമായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് അവിടെ നടക്കുന്ന ആഗിരണമാണ് ഈ രക്തലോമികൾ. ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്. 4 പഠിച്ചു വെക്കുക. ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡിലെ ആഗിരണം ചെയ്യപ്പെടുന്ന ഈ പറയുന്ന വില്ലസിലെ രക്തലോമികളാണ്. എന്നാൽ ഗ്ലിസറോളും ഫാറ്റി ആസിഡും, കൊഴുപ്പ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലാക്റ്റിയൽ എന്നുള്ളൊരു പേര്, ലാക്റ്റിയൽ ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്റ്റിയൽ. ഇവിടെ ലാക്റ്റിയൽ കാണാൻ വേണ്ടി സാധിക്കും. ഇതാ പച്ച കളറിൽ നടുക്ക് ഇങ്ങനെ ലാക്റ്റിയൽ, അതിന് ചുറ്റും ഈ പറഞ്ഞ റെഡ് ബ്ലൂ കളറിൽ രക്തലോമികൾ. അപ്പൊ നടുക്കുള്ള ആ ഭാഗമാണ് ലാക്റ്റിയൽ. അതെന്താ ചെയ്യുന്നത്? ലാക്റ്റിയൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളിനെയും ആഗിരണം ചെയ്യുക കേട്ടോ. അവസാനമായിട്ട് ആഹാരം, അന്നപദ്ധതി എന്ന ചാപ്റ്ററാണ്. ഇവിടെയും സെയിം കാര്യങ്ങൾ. ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത് മക്കളെ? നിങ്ങൾക്ക് മനസ്സിലാവണം SCRTയുടെ പ്രാധാന്യം ഇങ്ങനെയാണ്. ഇവിടെ ഉമിനീരും ദഹനത്തെ കുറിച്ചും പറയുന്നുണ്ട്. നമുക്കിനി ദഹനത്തെ കുറിച്ച് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. നമ്മൾ ഉമിനീർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചവച്ചരയ്ക്കുന്ന പറഞ്ഞല്ലോ. അവിടെ എന്ത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന സാധനം എന്താണ്? സലൈവറി അമിലേസ് ആണ്. സലൈവറി നിങ്ങളുടെ സലൈവ കിട്ടുമല്ലോ, അമിലേസ് കേട്ടോ. എന്താണ് സംഭവിക്കുന്നത്? അത് കൂടാണ്ട് ലൈസോസൈം എന്ന് പറയുന്നതും എവിടെയുണ്ട്? നമ്മുടെ ഉമിനീരിലുണ്ട്. ലൈസോസോം അല്ലേ, അത് കോശത്തിനുള്ള ലൈസോസൈം, എൻസൈമാണ്. അപ്പൊ ലൈസോസൈമും സലൈവറി അമിലേസും വായിലുണ്ട്. ശ്രദ്ധിക്കേണ്ട പോയിന്റ് പറയാം. ഈ 2 കാര്യങ്ങൾ, ഈ 2 എന്താ പറയാ, ഉമിനീരിലുള്ള രാസാഗ്നികളും അതുപോലെ തന്നെ കുറച്ച് ശ്ലേഷ്മവും ഉണ്ട്. എന്തുണ്ട്? ശ്ലേഷ്മം. അപ്പൊ 3 കാര്യങ്ങളുണ്ട്. ഇതാണ് വായിലുള്ളത്. അപ്പൊ ഭക്ഷണത്തെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നതാണ് ശ്ലേഷ്മത്തിന്റെ ദൗത്യം അല്ലെങ്കിൽ കടമ. വഴുവഴുപ്പുള്ളതാക്കുക. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതാണ് ലൈസോസൈം, എൻസൈം, ലൈസോസൈം. ഇപ്പൊ ലൈസോൾ ഇട്ട് നിങ്ങൾ വീട്ടിനകത്ത് കഴുകുമ്പോൾ എന്താണ്? ബാക്ടീരിയ അണുക്കളെ നശിപ്പിക്കല്ലേ, ലൈസോൾ. അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ഉമിനീരിൽ അല്ലെങ്കിൽ വായിൽ അടങ്ങിയിരിക്കുന്ന 3 എൻസൈമിൽ ലൈസോസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രോഗാണുക്കളെ നശിപ്പിക്കുന്നതാണ്. സലൈവറി അമിലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ അന്നജത്തെ അമ്മിമേലിട്ടേറ്റ് നീട്ടിയരച്ചോളെ എന്നൊക്കെ ഞാൻ പാട്ടുപാടി പിള്ളേരുടെ ടെലഗ്രാം പഠിപ്പിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ വായിലിടുമ്പം സലൈവറി അമിലേസ് എന്ന് പറയുമ്പോൾ അന്നജം, നമ്മൾ കഴിക്കുന്ന അന്നജത്തെ എന്താണ് പൂർണ്ണമായിട്ടുണ്ടോ? ഇല്ല, കാരണം ഇത് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക, തുടങ്ങിയിട്ടുള്ളൂ, സ്റ്റാർട്ടിങ്ങിലാണ് വായിൽ വെച്ചത്. അപ്പൊ അന്നജത്തെ ഭാഗികമായി എന്താക്കും? മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റും. ആര് മക്കളെ? സലൈവറി അമിലേസ്. അന്നജത്തെ കൃത്യമായിട്ട് പഠിക്കണം. സലൈവറി അമിലേസ് ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റും. ഇതാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അവിടെ രസകരമായ ഒരു കാര്യം പറയട്ടെ. കറികളൊന്നും കൂടാതെ കുറച്ചു നേരം ചോറ് ചവച്ചരയ്ക്കുമ്പോൾ ചെറുതായി മധുരം അനുഭവപ്പെടും. അതിനുള്ള കാരണം അറിയാം നിങ്ങൾക്ക്? ഒന്ന് കമന്റ് ചെയ്തോ. ഈ 3 രസങ്ങൾ അവിടെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ആഹാരം അന്നനാളത്തിലൂടെ, അതിന്റെ കാരണം കേട്ടോ ഞാൻ ചോദിച്ചത്. ചോറ് മാത്രമേ ചവച്ചരയ്ക്കുമ്പോൾ ചോറിൽ പഞ്ചസാര ഇടില്ലല്ലോ, പക്ഷെ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും. കാരണം അറിയാൻ നോക്കട്ടെ. ഇപ്പൊ അന്നജത്തെ ഭാഗികമായിട്ട് എന്താകുന്ന പറഞ്ഞത്? മാൾട്ടോസ് ആക്കി മാറ്റും. മക്കളെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് ബാക്ക് ടു ബാക്ക് ക്ലാസ് എടുത്തുകൊണ്ട് തന്നെ ഞാൻ വളരെ എനർജറ്റിക് ആയിട്ടല്ല ക്ലാസ് എടുക്കുന്നെങ്കിലും കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇതെല്ലാം പഠിച്ചെടുക്കണം നിങ്ങൾ. ആഹാരം അന്നനാളത്തിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു സെയിം സാധനങ്ങളാണ്. നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. അതിന്റെ ഒരു നേരത്തെ ക്ലാസ് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഒരു ക്ലാരിറ്റി വരാത്തവർക്ക് കുറച്ചൊരു വിശദമായിട്ട് ഫോട്ടോ. എന്താണ് ചെറുനാക്ക്? ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാദ്വാരത്തിന്റെ ഈ ഭാഗം അടയ്ക്കും. ഇങ്ങനെ അടയ്ക്കും, ആവശ്യമുള്ള മാത്രം തുറക്കും. എന്ന് വെച്ചാൽ ആ ഭക്ഷണങ്ങൾ മുകളിലോട്ട് മൂക്കിലേക്ക് നമ്മൾ ചിലപ്പോൾ കയറി പോകാറില്ല, അങ്ങനെ മൂക്ക് കൂടെയൊക്കെ വരാറുണ്ട് ഛർദ്ദിക്കുമ്പോൾ അല്ലെ. അപ്പൊ ആ ചെറുനാക്ക് അവിടെ വർക്ക് ചെയ്യുന്നു. എന്താണ് എപ്പിഗ്ലോട്ടിസ് അല്ലെ? ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ഈ ഭാഗം കൊണ്ട് അടയ്ക്കപ്പെടുന്നു. നമ്മൾ ഈ പറയുന്ന ഒരു ശ്വാസനാളം എന്ന് പറയില്ല, ക്ലോമപിതാനം. നമ്മൾ ശ്വാസകോശത്തിലേക്ക് പോകുന്നു, അവിടെ ഒരു അടവ്. ശ്വാസം വലിക്കുകയും ഭാഗം ചെയ്യും മാത്രം തുറക്കും, അടയ്ക്കും.
അപ്പൊ എന്താവും, ഈ കഴിക്കുന്ന ഭക്ഷണം ഇങ്ങോട്ട് പോകില്ല. ഇങ്ങോട്ട് പോയ പ്രശ്നമല്ല, ശ്വാസകോശത്തിലേക്ക് ഭക്ഷണം പോലെ. പിന്നെ നോക്കൂ, നാക്കിന്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമവിധാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. നാക്കിന്റെ പിൻഭാഗം, നമ്മുടെ നാവിന്റെ ഏറ്റവും പിറകിലൊരു ഭാഗമുണ്ട്, നമ്മൾ കാണില്ല, മുൻഭാഗം നമ്മൾ കാണും. അത് ആക്ച്വലി എപ്പിഗ്ലോട്ടിസ് അഥവാ ക്ലോമവിധാനത്തിൽ കൂടെ കയറാണ്ട് താഴോട്ട് ആമാശയത്തിലേക്ക് പോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ചലനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതൊന്നും ഒരേ സാധനമല്ല, പല SCRT ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അവിടെ ആഹാരം ആമാശയത്തിന്റെ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് സെയിം സാധനം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്, നിങ്ങൾ പഠിച്ചു കൊടുക്കുക. എന്നാൽ അടുത്ത ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായ ഒരു കാര്യം വരുന്നുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ റാങ്ക് ഫയൽ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആമാശയത്തിൽ ഇപ്പം സലൈവറി അമിലേസ് അന്നജത്തെ ഭാഗികമായിട്ട് എന്താക്കുന്നു പറഞ്ഞു, മാൾട്ടോസ് ആക്കുന്നു പറഞ്ഞു. എന്നാൽ ആമാശയത്തിൽ വെച്ചിട്ട് നടക്കുന്ന 3 കാര്യങ്ങൾ, അവിടെ പെപ്സിൻ ഉണ്ട്. ഇതൊരു ചെറിയ ട്രിക്ക് ഞാൻ പറയാം. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, പെപ്സി കുടിക്കുമ്പോൾ സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക? പെപ്സി കുടിക്കുമ്പോൾ നമ്മൾ ഒരു പെപ്സിയെ കുടിച്ച് നമ്മൾ ഓൺ ആവുന്ന ആലോചിക്കാം. അപ്പൊ ആമാശയ രസത്തിൽപ്പെട്ട പെപ്സിൻ എൻസൈം പ്രോട്ടീനെ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് പ്രോട്ടീൻ ആയിരിക്കും കേട്ടോ, എപ്പോഴും പ്രോട്ടീൻ പെപ്റ്റ് ഓൺ ആക്കി മാറ്റും, പ്രോട്ടീനെ ഓൺ ആക്കി മാറ്റും. പെപ്സി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെപ്റ്റ് ഓൺ ആവുന്ന ആലോചിക്കാം. എന്തിനാണ്? പ്രോട്ടീനെയാണ് പെപ്റ്റ് ഓൺ ആക്കുക. ഒരു മാർക്ക് കിട്ടണേ, ആമാശയത്തിൽ പെപ്സിൻ ഉണ്ട്, പെപ്സി കുടിച്ച് നമ്മൾ ഓൺ ആവും. ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന് പറഞ്ഞാൽ മക്കളെ, ലിപ്സ്റ്റിക് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ആലോചിക്കുക എന്താണ്, നമുക്ക് ഒരു കൊഴുവഴുപ്പ് തോന്നും. അപ്പൊ ആമാശയത്തിലായതുകൊണ്ട് ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന് വിളിക്കുന്നു. ഇനി വേറെ എവിടെയാണെങ്കിലും വേറെ എന്താ ലിപ്പേസ് എന്ന് വിളിക്കുക. അപ്പൊ കൊഴുപ്പ് എന്ന് കേൾക്കുമ്പോൾ ലിപ്പേസ്, ലിപ്സ്റ്റിക് ആലോചിക്കുക. ഗ്യാസ്ട്രിക് ലിപ്പേസ് ആമാശയത്തിലാണ് കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നത്. പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കി മാറ്റുന്നത് പെപ്സിൻ ആണ്, അത് പഠിച്ചു. ഇനി HCl ആമാശയത്തിൽ എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞു, ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH കൊടുക്കുന്നു. ശ്ലേഷ്മം എന്താ ചെയ്യുക? വായിൽ ശ്ലേഷ്മം ഉണ്ട് അല്ലെ, അവിടെ നമ്മൾ പറഞ്ഞു അതിനെ ഈ പറഞ്ഞ ഉരുട്ടാൻ സഹായിക്കുക. അപ്പൊ ഇവിടെ എന്താ, ആമാശയത്തില് ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുക കേട്ടോ ചെയ്യാം. അതായത് ഈ ശ്ലേഷ്മം ആക്ച്വലി എന്താ പറയുക, നമ്മളിപ്പോ pH ഉണ്ടല്ലോ, pH ക്രമീകരിക്കുക എന്ന് പറഞ്ഞു. HCl പോലെയുള്ള ആസിഡ്, എന്താ പറയുക, ആസിഡ് എന്ന് പറയുന്ന ഒരു എഫക്ട് നമുക്കറിയാലോ. അത് ആമാശയത്തിൽ ഉണ്ടായിട്ടും അതിനെ എന്താ പറയുക, ന്യൂട്രലാക്കി നിർത്തുക. അവിടെ ഒരു ബേസ് കൂടി ഉണ്ടെങ്കിൽ ഒരു ആസിഡ് ബേസ് റെഡി ആവില്ലേ. അപ്പൊ ദഹനരസങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ആമാശയ ഭിത്തിക്കൊന്നും പറ്റാതിരിക്കാനുള്ള കാരണം കൂടി അതാണ്. അപ്പൊ ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്ന ശ്ലേഷ്മമാണ്. ഇവിടെ നോക്കൂ, അതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ആമാശയ ഭിത്തിയിലെ ഓക്സിൻറ്റിക് കോശങ്ങളാണ് ആമാശയ രസത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. ആമാശയ രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കപ്പെടുന്ന എവിടെയാണ്, അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്ന കോശങ്ങൾ ഏത്? ഓക്സിൻറ്റിക് കോശങ്ങൾ. എന്താണ്? ഓക്സിൻറ്റിക് കോശങ്ങൾ. ഒരുപക്ഷെ റാങ്ക് ഫയൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തൊരു പോയിന്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ആമാശയ ഭിത്തിയിലെ ഓക്സിൻറ്റിക് കോശങ്ങളാണ് ആമാശയ രസത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്. ആമാശയ ഭിത്തിയിലെ ഓക്സിൻറ്റിക് കോശങ്ങൾ. അതിന്റെ pH മൂല്യം 1 മുതൽ 3 വരെയാണ്. ലോഹത്തെ വരെ ദ്രവിപ്പിക്കാൻ കഴിയുന്ന ഈ ആസിഡ് എന്തുകൊണ്ടാണ് ആമാശയ ഭിത്തി തകർക്കാത്തത്? ഞാനിപ്പോ പറഞ്ഞു. അത് അവിടുത്തെ ആവരണകളിലെ സവിശേഷ കോശങ്ങൾ സ്രവിക്കുന്ന ശ്ലേഷ്മവും കൂടാതെ ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബേസ് ആമാശയ ഭിത്തി സംരക്ഷിക്കുന്നത്. ശ്ലേഷ്മം ആമാശയത്തിന്റെ ഉൾഭാഗത്തെ ആവരണം ചെയ്ത ആസിഡിനെ ചെറുക്കും. ക്ഷാരമായ ബൈകാർബണേറ്റ് ആസിഡിനെ നിർവീര്യമാക്കും. എന്നാൽ ചിലരിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ബൈകാർബണേറ്റും ശ്ലേഷ്മത്തെയും ഓവർകം ചെയ്തു എപ്പോഴും ആസിഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അസിഡിറ്റി എന്നൊരു വിഷയം നമുക്കറിയാലോ അല്ലെ. അങ്ങനെ ക്രമാതീതമായി ഇത് ഉയരുമ്പം സംരക്ഷണ സംവിധാനമൊക്കെ പരാജയപ്പെടും. ഓവർ ഇങ്ങനെ പുണ്ണൊക്കെ വരും. പിന്നെ ഈ ഭിത്തിക്ക് കേടുപാടുകൾ സംഭവിക്കും അല്ലെ. അതൊരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറും. ആമാശയ വ്രണം എന്ന് വെച്ചാൽ ഗ്യാസ്ട്രിക് അൾസർ, നമ്മൾ പറഞ്ഞ പുണ്ണ് അൾസറായിട്ട് മാറും. അതിനുള്ള കാരണം ഇതാണ്. അവിടെ ആസിഡിറ്റി ഇങ്ങനെ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെയാണ് പുണ്ണ് അല്ലെങ്കിൽ വ്രണമാവുന്നത് കേട്ടോ. അപ്പൊ ആമാശയത്തിന് ശേഷം ചെറുകുടലെത്തും. ചെറുകുടലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ആഹാരത്തിൽ ദഹനത്തെ കുറിച്ചുള്ള കോമൺ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അവിടെ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ചെറുകുടലിലെ ആദ്യ ഭാഗത്ത് വെച്ച് 2 രസങ്ങളിലെ പിത്തരസം എന്ന് പറഞ്ഞാൽ കരളാണ് ഉൽപ്പാദിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തൊക്കെയാ പറയുന്നത്? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്തായിരുന്നു? ആമാശയ ഭിത്തിയിലെ ഓക്സിൻറ്റിക് കോശങ്ങൾ മറക്കേണ്ട. ഓക്സിൻറ്റിക് കോശങ്ങളാണ് ആമാശയ രസത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്. അതുപോലെ പിത്തരസം, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളില്ല.
കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുക ചെയ്യുക. പിത്തരസം എന്താ ചെയ്യുക? കൊഴുപ്പിനെ ചെറുകണികകളാക്കും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്ഷാരഗുണം ഉള്ളതാക്കും ഭക്ഷണത്തെ. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസം എന്താ ചെയ്യുക? അതും ഈ പറയുന്ന അതിന്റെ ദഹനത്തിന് സഹായിക്കുക ചെയ്യുക. അവിടെ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞല്ലോ, ഈ പറയുന്ന ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നതായിക്കോട്ടെ, അതുപോലെ പിത്തരസമായിക്കോട്ടെ, ഇത് രണ്ടും ഒരു പൊതു കോയിലൂടെ പക്വാശയത്തിലേക്ക് തുറക്കുക ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ പക്വാശയം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ചെറുകുടലിലെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊന്നും മാറ്റി എഴുതുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ആരാണ്? പാൻക്രിയാറ്റിക് അമിലേസ്. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ആഗ്നേയരസത്തിൽപ്പെട്ട 3 ഐറ്റംസിനെ നമ്മൾ ഇപ്പൊ പഠിക്കണം. ആഗ്നേയരസം ചെറുകുടലിൽ വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞല്ലോ. പിത്തരസത്തിലാണ് എൻസൈം ഇല്ലാത്തത്. എന്നാൽ ആഗ്നേയരസത്തിലുള്ള ഈ 3 ചങ്ങാതിമാര്, ഒന്ന് ട്രിപ്പ്, ഒന്ന് അമിലേസ്, ഒന്ന് പാൻക്രിയാറ്റിക് ലിപ്പേസ്. നേരത്തെ നമ്മൾ ആമാശയത്തിൽ ഗ്യാസ്ട്രിക് ലിപ്പേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലിപ്സ്റ്റിക് കൊഴുപ്പിലിടുക. അപ്പൊ തന്നെ നിങ്ങളെ മനസ്സിൽ കത്തണം, ഇവിടെ പാൻക്രിയാറ്റിക്, സ്ഥലം മാറുന്നുള്ളൂ. ഗ്യാസ്ട്രിക് ലിപ്പേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്. കൊഴുപ്പിന് എന്താക്കുന്നു? ഫാറ്റി ആസിഡ്. കൊഴുപ്പ് കണ്ടോ, ലിപ്പ് എന്ന് കേട്ടാൽ കൊഴുപ്പിനെ അങ്ങോട്ട് വിഘടിപ്പിച്ചു. എന്താക്കി? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റി. എന്താക്കി? ഫാറ്റി ആസിഡ് ഗ്ലിസറോളും ആക്കി മാറ്റി. അന്നജത്തെ നേരത്തെ നമ്മൾ പഠിച്ചു സലൈവറി അമിലേസ് ഭാഗികമായി മാൾട്ടോസ് ആക്കും. സ്റ്റാർട്ടിങ്ങിൽ വായിൽ വെച്ചിട്ട് അല്ലെ, സലൈവറി അമിലേസ്. അപ്പം അമ്മീമേലിട്ടേറ്റ് നീട്ടിയരച്ചോട്ടെ മാളുവ മാൾട്ടോസ്. അന്നജത്തെ മാളു അമ്മീമേലിട്ടു അല്ലെ, അവിടെ എന്താ പറഞ്ഞ സലൈവറി അമിലേസ്, ഇവിടെ പാൻക്രിയാറ്റിക് അമിലേസ് ചെറുകുടൽ. അപ്പൊ ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്ന ട്രിപ്പ് നേരത്തെ പറഞ്ഞു പെപ്സി കുടിച്ചാൽ പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കി മാറ്റുമെന്ന് പറഞ്ഞു. നമ്മളൊരു ട്രിപ്പ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്? നിങ്ങള് ട്രിപ്പ് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രോട്ടീനും കൊണ്ട് നിങ്ങൾ ട്രിപ്പ് പോകാന്ന് അറിയിക്കുക. ട്രിപ്പ് അപ്പൊ നിങ്ങൾ എന്താവും? ടയേർഡ് ആവും. നിങ്ങൾ എന്ത് കൊണ്ട് പോയാലും, നിങ്ങളൊരു പ്രോട്ടീൻ എടുത്തിട്ട് വേറെ എന്ത് കൊണ്ട് ട്രിപ്പൊക്കെ പോയി തോനെ പോയി നമ്മൾ ടയേർഡ് ആവും. അപ്പം പ്രോട്ടീനും കൊണ്ട് ട്രിപ്പ് പോയാൽ ടയേർഡ് ആവും. പെപ്റ്റൈഡ് ട്രിപ്പ് ടയേർഡ്, പെപ്റ്റൈഡ് ടയേർഡ് ട്രിപ്പ് ടയേർഡ്. അപ്പൊ നമ്മളൊന്ന് ഓണാവണമെങ്കിൽ ആമാശയത്തിൽ നമ്മൾ പഠിച്ചു എന്താണ്? പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കി മാറ്റുന്ന ആരാണ്? അത് പെപ്സിനാണ് അല്ലെ. പെപ്സിൻ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ പെപ്സിനും ട്രിപ്സിനും മാറേണ്ട. ട്രിപ്പ് പറഞ്ഞാൽ ടയേർഡ്, പെപ്സി കുടിച്ചാൽ ഓണാവും. ഓക്കെ. പിന്നെ പക്കാശയത്തിൽ നിന്ന് വീണ്ടും ആഹാരം ചെറുകുടലിലൂടെ പോയിട്ട് ചെറുകുടലിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന പരിപാടികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ മാറ്റി ഇങ്ങോട്ട് താഴെ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ദഹനം നടന്നുകൊണ്ടിരിക്കുമല്ലോ, കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചു അവസാന സ്റ്റേജിലെത്തുക. അവിടെ ധാന്യകം, പ്രോട്ടീന്, കൊഴുപ്പ്. കൂട്ടുകാർ ശ്രദ്ധിക്കണം, ധാന്യകം ഉണ്ടാവും, പ്രോട്ടീൻ ഉണ്ടാവും, കൊഴുപ്പുണ്ടാവും. അപ്പൊ ധാന്യകത്തെ എന്താണ് അവിടെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ധാന്യകത്തെ അതിന്റെ അന്തിമ ഉൽപ്പന്നമായി ഇപ്പം വിഭജിച്ച് ഘടകങ്ങളാക്കി ഈ പറയുന്ന എന്താ പറയാ ലഘുഘടകങ്ങളാക്കെന്ന് പറയല്ലോ. അങ്ങനെ ധാന്യകത്തെ ഗ്ലൂക്കോസും ഫ്രാക്ടോസും ഗാലക്ടോസും ആക്കി മാറ്റും. പ്രോട്ടീൻ ആണെങ്കിലോ മക്കളെ, പ്രോട്ടീൻ അമിനോ ആസിഡ് ആയിട്ട് മാറ്റും. പ്രോട്ടീൻ കൃത്യമായിട്ട് പഠിക്കണം. പ്രോട്ടീൻ, അമിനോ ആസിഡ്, കൊഴുപ്പിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ. പിന്നീടാണ് ആഗിരണം. നമ്മൾ നേരത്തെ വില്ലസുകളെ കുറിച്ച് പറഞ്ഞു. ആ വില്ലസുകളിൽ രക്തലോമികൾ കാണുന്നു, ലാക്റ്റിയിൽ കാണുന്നു പറഞ്ഞു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം, ഞാൻ വീണ്ടും പറയുന്നില്ല, സെയിം കാര്യങ്ങൾ തന്നെ ഇവിടെ പറയുന്നത്. അപ്പൊ ലാക്റ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഇതൊന്നും ഒരേ ചാപ്റ്റർ അല്ല. ഞാൻ പറഞ്ഞല്ലോ SCRTലെ 3 ചാപ്റ്ററുകളിലും കൊടുത്ത സെയിം കണ്ടന്റ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഒറ്റ ക്ലാസ് തരിക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ലാക്റ്റിയൽ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയുമാണ് ലാക്റ്റിയൽ. രക്തലോമികൾ എന്തിനൊക്കെയാണ്? ഈ പറയുന്ന ഗ്ലൂക്കോസിനെയും ഫ്രാക്ടോസിനെയും അമിനോ ആസിഡിനെയൊക്കെയാണ് സ്വീകരിക്കുക, ആഗിരണം ചെയ്യുക. ആഗിരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതും ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റുന്നതുമായ PSC പരീക്ഷയിലെ ചോദ്യമേഖല, SCRT നിങ്ങൾ പഠിക്കേണ്ട മേഖല, അത് ആഗിരണത്തിന്റെ ഈ ഒരു ടോപ്പിക്കാണ്. നമ്മൾ ആഗിരണം ചെറുകുടലിൽ വെച്ച് നടത്തുമെന്ന് പറഞ്ഞല്ലോ. പ്രധാനമായിട്ടും നോക്കും മക്കളെ, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂട്ടുകാർക്കൊക്കെ അറിയാം എന്താ ഡിഫ്യൂഷൻ. അതൊന്ന് വായിക്കാം, അതായിരിക്കും കുറച്ച് ബെറ്റർ. ലൈക് ഗാഠത കൂടിയ സ്ഥലത്തും ഗാഠത കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുമല്ലോ. അപ്പൊ ഗാഠത ക്രമത്തിനനുസരിച്ച് ചെറുകുടലിൽ നിന്നും ലഘു ഘടകങ്ങളുടെ ആഗിരണം നടക്കും രക്തത്തിലേക്ക്. തന്മാത്രകളുടെ ഗാഠത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഠത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കിനെ നമ്മൾ എന്താ വിളിക്കുക? ഡിഫ്യൂഷൻ, സിമ്പിൾ ഡിഫ്യൂഷൻ വിളിക്കും. ഓക്കെ. അതുപോലെ തന്നെ വേറെ 2 രീതിയിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും ഇവിടെയുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ വായിച്ചാൽ ഇത് ക്ലിയർ ആവും നോക്കട്ടെ.
ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുകുന്നത് കാണുന്നുണ്ട്. നമ്മൾ പറയാണ് ഇതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ശ്രദ്ധിക്കണം മക്കളെ, ലാക്റ്റിയിലും അതുപോലെ തന്നെ രക്തലോമികളൊക്കെ അവിടെ ഉണ്ടല്ലോ, എവിടെ വില്ലസിൽ. ലാക്റ്റിയിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണെന്ന് പറയുന്നു. അപ്പോ സിമ്പിൾ ഡിഫ്യൂഷൻ ഞാൻ ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെ പോകുന്നത്? കൊഴുപ്പ് അങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പ്, ഇങ്ങനെ തടിച്ചില്ല, കൊഴുപ്പ് കൂടുതൽ കഴിച്ചാൽ പ്രശ്നമൊക്കെ പറയല്ലേ. അപ്പൊ ആലോചിക്കുക, നിങ്ങൾ എങ്ങനെ ആലോചിക്കുക, ഗ്ലിസറോളും കൊഴുപ്പും എന്താണ്, അല്ലെങ്കിൽ ഫാറ്റ്, അത് കൊഴുപ്പിനെ വിഘടിച്ചല്ലോ. അപ്പൊ ഫാറ്റി ആസിഡും അതുപോലെ തന്നെ ഗ്ലിസറോളുമാണ് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെ പോവുക. അർദ്ധധാര്യ സ്ഥലം ഇല്ലാതെയും ഡിഫ്യൂഷൻ നടക്കാന്ന് പറയുന്നുണ്ട്. ഗന്ധം വ്യാപിക്കുക, നിങ്ങൾക്ക് അറിയാലോ, ഒരു റൂമിന്റെ ഒരു മൂലക്കില് ഒരു സ്പ്രേ പൊട്ടിച്ചാൽ ആ അറ്റത്തേക്ക് പെട്ടെന്ന് എത്തും, കാരണം ഗാഢത കുറഞ്ഞത് വേഗം സഞ്ചരിക്കും. മഷി വെള്ളത്തിൽ ഇങ്ങനെ തിരുട്ടിച്ചാൽ ഇങ്ങനെ സ്പ്രെഡ് ആവും, അതൊക്കെ ഡിഫ്യൂഷനാണ്. എന്നാൽ ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്ഥലത്തിലെ പ്രോട്ടീൻ തന്മാത്രയുടെ സഹായത്താണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗാഢത കൂടിയ സ്ഥലത്ത് നിന്നും ഒരു ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് ഈ പറഞ്ഞ ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ഒക്കെ പോകുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ. ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ അങ്ങനെ പോകും. എന്നാൽ ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഗാഢത കൂടിയ സ്ഥലത്തും ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു, പക്ഷെ ഒരു പ്രോട്ടീന്റെ ഹെൽപ്പ് വേണം, ഒരു ഫെസിലിറ്റി. ആലോചിക്കുക, ഫാക്കൽറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ഒരു ഫെസിലിറ്റി അവിടെ വേണം. അങ്ങനെയുള്ള പോക്കിനെ നമ്മൾ എന്ത് വിളിക്കുക അറിയോ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താ വിളിക്കുക? ചില തന്മാത്രകൾ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്ഥലത്തിലെ പ്രോട്ടീൻ തന്മാത്രയുടെ സഹായത്താലാണെന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തില് ഡിഫ്യൂഷൻ നടക്കുന്ന സമയത്ത് ഒരു സഹായം, ഒരു പ്രോട്ടീന്റെ സഹായം ഉണ്ടെങ്കിൽ അതിന് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയും. ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവ രക്തലോമികളിലേക്ക് പോകുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണെന്ന് ചോദിക്കാം. എന്തിന്റെ ഭാഗമായിട്ടാണ്? ഈ പറഞ്ഞ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ. ഓസ്മോസിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് എന്ത് വേണമെന്ന് അറിയും? ഓസ്മോസിസ് ജലം, അത് മാത്രം മതി. അത് എന്താണ് അതിന്റെ പ്രത്യേകത വെച്ചൊന്നുമില്ല. ഗാഢത കൂടിയെന്ന് ഗാഢത കുറഞ്ഞതിലേക്ക് പോവാണ്. പക്ഷേ ജലം പോകുന്ന സമയത്ത് അതിന് പ്രത്യേകം നമ്മൾ ഓസ്മോസിസ് എന്നാ പറയാ. ജലം. അപ്പം ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ ആണെങ്കിൽ, സിമ്പിൾ ഡിഫ്യൂഷൻ ആണെങ്കിൽ, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള അർദ്ധധാര തരത്തിലൂടെയുള്ള ജലതന്മാത്രയുടെ പ്രവാഹത്തെ നമ്മൾ എന്താ വിളിക്കുക? ഓസ്മോസിസ്. അപ്പൊ ജലമാണെങ്കിൽ ഓസ്മോസിസ്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നാലാമത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. നാലാമത്തെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഗാഢതക്രമത്തിന് വിപരീതമായിട്ടും മക്കളെ ഇങ്ങനെ സഞ്ചാരം അല്ലെങ്കിൽ ആഗിരണം നടക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാല് കൊഴുപ്പ് അങ്ങ് സിമ്പിൾ ആയിട്ട് പോകും. ഒരു ഫെസിലിറ്റി സഹായിക്കണം. ആരെ? ഗ്ലൂക്കോസിന് ഫെസിലിറ്റേറ്റഡ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡ്, ഇതിനെയൊക്കെ എന്ത് വേണമെന്നാ പറഞ്ഞത്? ഇവയെ നമ്മളൊരു സഹായം വേണം. അതുകൊണ്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നാ വിളിക്കുക അല്ലെ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇവരെ ഉന്തി പറഞ്ഞേക്കാൻ ഒരാൾ വേണം, ഒരു പ്രോട്ടീൻ വേണം. പക്ഷെ പോകുന്ന സമയത്ത് ഇത് മൂന്നും, ഓസ്മോസിസ് ആണെങ്കിലും സിമ്പിൾ ഡിഫ്യൂഷൻ ആണെങ്കിലും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിലും ഗാഢത കൂടിയ ഭാഗത്ത് കുറഞ്ഞ ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്ന. ഇനി കുറവാണ്, നമ്മളെ ബ്ലഡിലൂടെ കഴിക്കുന്ന ഈ ഒരു പ്രോട്ടീന്റെ ഒരു പോഷക ഘടകം കുറവാണ്, രക്തത്തിൽ കൂടുതലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറവുള്ളത് കൂടുതൽ പോവില്ലല്ലോ. അങ്ങനെയും പോകും, ആവശ്യമെങ്കിൽ അങ്ങനെയും പോകും. അതിനാണ് പറയുക ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എന്താ പറയുക? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഞാനൊന്ന് വായിക്കാം. ഗാഢതക്രമത്തിന് വിപരീതമായും ആഗിരണം നടക്കാറുണ്ട്. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജ്ജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ, ഇതൊന്നും മുഴുവൻ പഠിക്കണ്ട, തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെ ആഗിരണം നടക്കുന്നത്. ഇത്രയും പഠിച്ചാൽ മതി. എന്ത്? ഗ്ലൂക്കോസ്, ലവണങ്ങൾ. അപ്പൊ 4 രീതിയിൽ നടക്കുന്ന ആഗിരണത്തിന്റെ കാര്യങ്ങൾ, പ്രോസസ് നിങ്ങൾ പഠിക്കുക. ഒന്ന് സിമ്പിൾ ഡിഫ്യൂഷൻ, നേരത്തെ പറഞ്ഞു. എന്താണ് സിമ്പിൾ ഡിഫ്യൂഷനിൽ വരുന്നത്? ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും, എന്ന് വെച്ചാൽ കൊഴുപ്പിനെ വിഘടിച്ച സാധനങ്ങൾ അല്ലെ. അവ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അന്നജത്തെ, ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്, അമിനോസ് എന്നൊക്കെ ആക്കുന്ന അവ എന്ത് ചെയ്യുന്നു? ഒരു ഫെസിലിറ്റിയുടെ സഹായത്തോടുകൂടി ആഗിരണം ചെയ്യപ്പെടുന്നു. ജലം കൂളായിട്ട് പോകുന്നു. ഇത് മൂന്നും ഗാഢത കൂടിയെന്ന് കുറഞ്ഞതിലേക്ക്, അതിന് ഓസ്മോസിസ് എന്ന് പറയുന്നു ജലത്തെ. നാലാമത്തത് ഗാഢത കുറഞ്ഞ സ്ഥലത്തു നിന്നും കൂടിയ സ്ഥലത്തേക്ക് പോകുന്നു. അതിനൊരാള് ആക്റ്റീവായിട്ട് പിടിച്ച് പറിച്ചു കൊണ്ടുപോകണം, എന്നാലേ പോകും. കാരണം കൂടുതൽ വെള്ളത്തിലേക്ക് പോകണമെങ്കിൽ ഉന്തി പറഞ്ഞേക്കണം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്.
അതങ്ങനെ അത്യാവശ്യ ഘട്ടത്തിൽ ശരീരത്തിന് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ലവണങ്ങൾ ശരീരത്തിലെ. അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, ഇത് രണ്ടും. ഈ ഗ്ലൂക്കോസും ലവണങ്ങളിൽ അല്ലേ തന്നെ നിങ്ങൾക്കറിയാം ഗ്ലൂക്കോസിനെ സംഭരിച്ചു വെക്കുന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലെങ്കിലും ബ്ലഡിൽ കൂടുതലാണെങ്കിലും സാധനം എടുത്തു വെക്കും. അത് വലിയ തലവേദനയാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലേ. അപ്പൊ ഗാഢത കുറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന് ആലോചിക്കുക കേട്ടോ. അതുകൊണ്ട് പരമാവധി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താ പറയുക, കോശത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നഷ്ടപ്പെടാതെ പരമാവധി ഗ്ലൂക്കോസും ലവണങ്ങളും രക്തത്തിലേക്ക് കൊണ്ടുപോകും. ഇനി അവസാനം വൻകുടലിലേക്ക് വരികയാണ്. ചെറിയൊരു കാര്യം മാത്രമേ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. ഞാനൊന്ന് വായിക്കാം, ആവശ്യമുള്ള പോയിന്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ് അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇതൊരു പോയിന്റ് ആണ്. പറഞ്ഞാൽ മനസ്സിലായോ? ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ, അതുപോലെ വൈറ്റമിൻ കെ, വൻകുടലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, ബി, കെ, ഇ എന്നൊക്കെ വരും, കെ പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ആഗിരണവും വൻകുടലിൽ വെച്ച് നടക്കുന്നുണ്ട്. തുടർന്ന് മലാശയത്തിൽ ശേഖരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. പിത്തരസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ ഇടുക. നിങ്ങൾ എന്നിട്ടൊന്ന് കമന്റ് ചെയ്തേ. ഇത് ഓൾറെഡി ഞാൻ പൂരിപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾ എഴുതാൻ പറഞ്ഞത്. 1 എന്ന് നമ്പർ ഇടുക. 1. അന്നപഥത്തിലെ ഈ പറയുന്ന നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ, സലൈവറി അമിലേസ് എന്തൊക്കെ ചെയ്യുന്നു? അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. ആമാശയത്തിൽ പെപ്സിൻ എന്ന് കേൾക്കുമ്പോൾ ട്രിപ്പ് ആണോ? അല്ല. പെപ്സി എന്ന് കേൾക്കുമ്പോൾ ഓൺ ആക്കുക, പ്രോട്ടീനെ പെപ്റ്റ് ഓൺ ആക്കുക. ട്രിപ്പ് പോവുക എന്ന് പറയുമ്പോൾ ടയേർഡ്, പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുക. പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിനെ ഗ്ലിസറോളും ഫാറ്റി ആസിഡ് ആക്കുക. അപ്പൊ ഇതാണ് ആ ചോദ്യം. 2 എന്ന് നമ്പർ ഇട്ടത്, നിങ്ങൾ 6 അല്ല 2 എന്ന് നമ്പർ ഇട്ടിട്ട് 1, 2 നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്. സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ മൂലം അസഹനീയമായ വേദനയും സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്തതുമായ അവസ്ഥ.